ഇന്നത്തെ പരിപാടിക്ക് പ്രതീക്ഷിച്ച അത്ര ആളുകളെത്തി. പക്ഷെ ഇത്രയും പേരെങ്കിലും വരാൻ കാരണം ഇവന്മാരായിരുന്നു. ഇവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുക്ക് ചെയ്യുന്നവന്മാരല്ല. ആ കുക്ക് ചെയ്യുന്നവന്മാർ കമ്പിയിൽ കുത്തിക്കയറ്റി വെച്ചിരിക്കുന്ന ആ 2 മുട്ടനാടുകൾ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അന്നൊരു ദിവസം നമ്മുടെ കമ്പനിയിൽ കണ്ടക്ട് ചെയ്ത സ്പോർട്സ് ഡേക്ക് നമ്മുടെ ഡിവിഷൻ വിൻ ചെയ്ത ക്യാഷ് പ്രൈസ് വെച്ചിട്ട് നടത്തിയ ചെറിയൊരു ഡിന്നർ പാർട്ടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ ജോലിയൊക്കെ കഴിഞ്ഞ് റൂമിലോട്ട് പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട്, വേറെ ചിലർ ജോലി തിരക്ക് കാരണം അവരുടെ ബ്രേക്ക് ടൈമിൽ വന്നിട്ട് ജോയിൻ ചെയ്യും. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇന്നത്തെ പരിപാടിയിലെ മെയിൻ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കിയാലോ. What are you eating, bro? Eating kambing goreng. Okay. അപ്പോൾ എത്തിയവരൊക്കെ ആദ്യമേ വന്നിട്ട് വെന്തുകൊണ്ടിരിക്കുന്ന ആടിനെ ഒന്ന് വന്ന് എത്തി നോക്കിയതിന് ശേഷം ഓരോ ടേബിളുകളിലായിട്ട് പോയിട്ട് സെറ്റിലായി. മലേഷ്യയിലെ ലോക്കൽ ഫുഡ് ഐറ്റംസ് ഒരു 5-6 വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അതിലൊരു 3-4 ഐറ്റംസ് നമ്മൾ എടുത്തെങ്കിലും അതൊക്കെ ഒരു സൈഡായിട്ടായിരുന്നു നമ്മൾ കണക്കാക്കുന്നത്. മെയിൻ ഐറ്റം നമ്മുടെ ബിരിയാണി തന്നെ. കാരണം കുറച്ച് റൈസ് കഴിച്ചാലേ ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള വിശപ്പ് അങ്ങോട്ട് മാറും. அவர் ஆல்ரெடி 4 ரவுண்டு முடிஞ்சு കാണാൻ ഐസ്ക്രീം പോലെ തോന്നിക്കുമെങ്കിലും കഴിച്ചാൽ പായസം പോലെ തോന്നിക്കുന്ന ഈ ഒരു സാധനത്തിന് ഇവർ ഷെൻപുൽ എന്നാണ് വിളിക്കുന്നത്. ചില ആളുകൾ ഇതിനെ മിൽക്ക് ഷേക്ക് കുടിക്കുന്ന പോലെ സ്ട്രോ ഉപയോഗിച്ചും സ്പൂൺ ഉപയോഗിച്ചൊക്കെ കുടിക്കുന്നത് പുറത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നിവിടെ ഈ സാധനം കപ്പിൽ സെർവ് ചെയ്തുകൊണ്ട് സ്പൂൺ വെച്ച് കോരി കുടിക്കാവുന്നത് മാക്സിമം കുടിച്ചിട്ട് ബാക്കിയുള്ളത് കപ്പിൽ ബാക്കി വെച്ചു. ചില ആളുകൾ മാത്രം ഇതുപോലെ കുടിച്ചിട്ട് കാലിക്കപ്പ് മാത്രം ബാക്കി വെച്ചു.